വിദേശ മദ്യനിർമ്മാണ കമ്പനി അടച്ചിട്ടതെന്തിന്? പാമ്പാടിയിലെ വിദേശ മദ്യനിർമ്മാണ കമ്പനി അടച്ചിട്ടതെന്തിനെന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളാണുള്ളത്. തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്ന അവകാശം നിരന്തര സമരങ്ങളിലൂടെയാണ് പാമ്പാടിയിലെ തൊഴിലാളികൾ അടുത്തിടെ നേടിയെടുത്തത്. മിനിമം കൂലി ലഭിച്ചതോടെ തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങൾ മാസത്തിൽ 5-6 ദിവസങ്ങളായി ചുരുക്കുകയാണ് കമ്പനി ചെയ്തത്. അതോടെ തൊഴിലാളികളുടെ നിത്യജീവിതത്തിന് പ്രതിസന്ധി നേരിട്ടു. SDF ഇൻഡസ്ട്രീസ് മാർച്ച് 22 മുതലാണ് അടച്ചിട്ടത്. പാലക്കാട്ടുള്ള സബ് ഏജൻസി വഴി ബോട്ടിലിംഗ് നടത്തുന്നുണ്ടെന്നാണ് തൊഴിലാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മിനിമം കൂലി ഏർപ്പെടുത്താത്തതിനാൽ കമ്പനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ലാഭകരമാണ്. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീവറേജസ് കമ്പനികളിൽ ഒന്നാണിത്. യൂണിയനെയോ തൊഴിലാളികളെയോ അറിയിക്കാതെയാണ് കമ്പനി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുന്നതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ജില്ലാ ലേബർ ഓഫീസർക്ക് തൊഴിലാളികൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. 1 ലക്ഷം കപ്പാസിറ്റിയുടെ DM പ്ലാന്റുള്ള കമ്പനിയും കേരളത്തിനകത്ത് വിൽപ്പനയും 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുമുള്ള സ്ഥാപനവുമാണ് തൊഴിലാളി ദ്രോഹ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. 30 വർഷമായി 300-ൽ പരം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്തു വരുന്നു. ലൈസൻസ് പുതുക്കുവാനോ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കാനോ പറ്റാത്ത സാഹചര്യമാണെന്നാണ് തൊഴിലാളികളെ കമ്പനി അറിയിച്ചിരിക്കുന്നത്. 4 വർഷമായി തൊഴിലാളികളുടെ PF അടച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇതുകാരണം PF കുടിശ്ശിക ലഭിക്കാത്തവരും പെൻഷൻ ലഭിക്കാത്തവരും നിരവധി പേരുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ വിഹിതം അവരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്നുമുണ്ട്. ഇതിനെതിരെ CITO യൂണിയൻ PDF കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും അദാലത്തിൽ പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാളിതുവരെ ആയിട്ടും മാനേജ്മെന്റ് PF തുക അടച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. അതുപോലെ ESI ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്നുള്ള പരാതിയുമുണ്ട്. കമ്പനി സ്റ്റാഫുകൾക്കും ശമ്പളം മുടങ്ങിയിട്ട് 8 മാസത്തിലേറെയായെന്നാണ് പറയുന്നത്. കമ്പനി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ സമരം ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. അടച്ചിട്ട ദിനങ്ങളിൽ തൊഴിലാളികൾക്ക് ലേ ഓഫ് നൽകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മാനേജ്മെന്റും കമ്പനിയും എത്രയും പെട്ടെന്ന് ഇടപെട്ട് കമ്പനി തുറന്നു പ്രവർത്തിക്കണമെന്ന് CITO ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു.